നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഗുരുനാഗ സൈരന്ദ്രി ദേവി. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലൊക്കെ ഏഹ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു എഴുതിയൊക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോ ചെയ്തും വീഡിയോ ദൃശ്യങ്ങളെ ഓഡിയോ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ശബ്ദ സന്ദേശങ്ങളൊക്കെ ധാരാളം ഇങ്ങനെ പറഞ്ഞും ചെയ്തുമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ പ്രകാരം നല്ല യുക്തിബോധമുള്ള വിവരമുള്ള എന്ന് എനിക്ക് തോന്നുന്ന എന്നാൽ എന്നോടൊപ്പം എത്താത്ത കുറച്ചാളുകളെങ്കിലും എൻ്റെ അരികിൽ പിന്നെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് സാമ്പത്തികമായിരുന്നു മുഖ്യവരും എടുത്തിരുന്നത്, സാമ്പത്തികം. പിന്നെ അവരുടെ ചാനൽ നന്നായിട്ട് മൂവ് ആവണം. അതല്ലാതെ അവർക്ക് മറ്റൊന്നും അവർക്ക് അറിയില്ല. അത് എങ്ങനെയാണ് എന്നെ എങ്ങനെയാണ് മറ്റു ഭാഷകളിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്കത് പ്രസിദ്ധിപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഒരു തവണ പലർക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ അവർക്ക് അതിനെപ്പറ്റി ഒരു പരിജ്ഞാനമില്ല. കേരളത്തിലെ ആളുകൾക്ക് ഒരു യുക്തിബോധം ഇല്ലാത്തവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊന്നും അവർക്ക് നല്ലൊരു നോളജ് ഇല്ല, അറിവില്ല. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിലെ പിന്നെ അതൊരു കാര്യത്തെ മലയാളത്തിലാക്കാനുള്ള ഒന്നും എനിക്കറിയില്ല. അറിയില്ല എന്ന് വെച്ചാൽ എനിക്കതിനുള്ള ആ ഗ്രാമർ ഒരുപാടൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഞാനൊരു വാക്കുകളും ഒക്കെ വെച്ചാണ് പലപ്പോഴും ഞാൻ എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഇംഗ്ലീഷ് ആയിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ മനസ്സിലാക്കിയ ആളിനോട് ഞാൻ പറയും, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്കൊന്ന് തർജ്ജമ ചെയ്യാൻ പറയുമ്പോൾ അതിനാർക്കും അറിയില്ല. അവർക്ക് അതിനുള്ള പരിജ്ഞാനമില്ല, അവർക്ക് അത് കഴിയില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഐ എം എ സയന്റിസ്റ്റ്. അതെ, ഞാനൊരു ശാസ്ത്രജ്ഞയാണ്, മനസ്സിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞ. അപ്പോൾ അത് ഞാൻ എൻ്റെ എല്ലാ ചാനലിലും എനിക്കറിയാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ്, എൻ്റെതായിട്ടുള്ള ഇംഗ്ലീഷ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ പറയാറില്ലേ, കേരളത്തിൽ നല്ലൊരു എന്നെ അവതരിപ്പിക്കാനുള്ള ഒരാളും ആരുമില്ല. അല്ലെങ്കിൽ എനിക്കൊരു അവതാരികയെ ഇന്ന് വരെ നല്ലൊരാളെ കിട്ടിയിട്ടില്ല. അഥവാ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വളരെ മനോഹരമായി പറയും, പക്ഷേ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് പറയുകയാണ്. അവർ മുന്നിലേക്ക് വന്നാലല്ല അവർക്കും കൂടെ അതിലൂടെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. എനിക്ക് രണ്ട് കൂട്ടരും ഒരുപോലെ തുല്യമായിട്ട് നിൽക്കുന്നവരെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. കാരണം അത്തരക്കാരെ നമുക്ക് എപ്പോഴും കൂടെ നിർത്താം. നമുക്ക് അവര് മുഖമുള്ളവരാണ്. കള്ളന്മാരെയും കള്ളത്തികളെയും ഒന്നും കൂടെ നിർത്താൻ പറ്റില്ല. കാരണം അവര് മുഖം മറച്ചു നിന്ന് എനിക്ക് ഇതുപോലൊരു വോയിസ് തരുവാണെന്നിരിക്കട്ടെ, ലാസ്റ്റ് ഇവിടെ അതിൽ നിന്നും പിന്മാറും. മനസ്സിലായോ? അപ്പൊ അതല്ല മനുഷ്യന്റെ എല്ലാം. ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു ശാസ്ത്രജ്ഞയാണ്, മനസ്സിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞയാണ്. മനുഷ്യന്റെ മനസ്സിനെ. അപ്പോൾ മനുഷ്യന്റെ മനസ്സിനെ വായിച്ചറിയുവാനുള്ള കഴിവ് നല്ല വൃത്തിക്ക് എനിക്കുണ്ട്. അത് ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി വരുന്ന ഒരാളാണ്. അപ്പൊ ഇവരാണെങ്കിൽ എല്ലാവരും മിക്കവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒളിച്ചു നിന്ന് ഒന്നുകിൽ പിന്നെ ആഡിയോ നമുക്കിങ്ങനെ അയച്ചു തരും. എനിക്കതല്ല, അവരും കൂടെ മുൻനിരയിലേക്ക് വരണം. അപ്പോഴേ അതിനൊരു പ്രസക്തിയുള്ളൂ. ഒരാൾ എഴുതുന്നു, ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ രണ്ടു കൂട്ടരും കൂടെ വന്നാലേ ഇതിലൂടെ എനിക്കൊരു സാമ്പത്തിക വരുമാനവും വേണം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് എത്തുകയും വേണം. അപ്പൊ കൂട്ടരും തുല്യമായിട്ട് നിന്നാലേ ആ സാമ്പത്തിക വളർച്ചയും അതുപോലെ കലാ കലാവാസനയും കലാ രീതിയിലുള്ളതും വരുള്ളൂ. അപ്പൊ എനിക്ക് എന്നോളം എത്തുന്ന ഒരാളെ മാത്രമേ അവിടെ തുല്യമായിട്ട് കാണാൻ പറ്റുള്ളൂ, കഴിവുള്ള ഒരാളെ. കഴിവില്ലാത്ത ഒരാളിനെയൊക്കെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അതെനിക്ക് വല്ലാത്തൊരു ഇതാണ്. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടിക്കാലം മുതലേ ക്വാളിറ്റി ഉള്ളവരെ എന്നോടൊപ്പം നിർത്താൻ ശ്രമിക്കും. കാരണം എനിക്കറിയാം, ഞാൻ
അതീവ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതേപോലെ എൻ്റെ അതേ ലെവലിൽ വരുന്ന ഒരാളെ മാത്രമേ എനിക്ക് കൂട്ടുകൂടാനും സാധിക്കുള്ളൂ. അപ്പൊ ഈ കേരളത്തിൽ അങ്ങനെ ഒരാൾ പോലും ഇല്ല. ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആളുകൾ വന്നാലും മിക്കവരും എന്താ പറയാ, സാമ്പത്തികമാണ് അവിടെ എല്ലാം പിന്നിലുള്ള സാമ്പത്തികം. പിന്നെ എന്നോടൊപ്പം നിന്ന് ആളാവുക. പിന്നെ കുറച്ച് പേര്, എല്ലാവരും ഒന്നും പറയുന്നില്ല, കുറച്ച് പേര് നല്ല മനുഷ്യത്വം കാട്ടിയിട്ടുണ്ട്. മനുഷ്യത്വം കാട്ടുന്ന കുറച്ച് പേരുണ്ട്. മനുഷ്യത്വം അത് എങ്ങനെയാണെന്ന് വെച്ചാല്, മറ്റുള്ള അവതാരകര് എൻ്റെ അരികിൽ വന്ന് വീഡിയോ എടുക്കുന്നത് അവരെല്ലാരും കാണുകയാണ്. അപ്പൊ കാണുമ്പോൾ അത് കണ്ടു കേട്ട് വിലയിരുത്തി പിന്നെ രണ്ടാമത്തെ കൂട്ടര് വന്ന് അതുപോലെ ചെയ്യില്ല. അപ്പൊ കളിയാക്കാൻ വരുന്നവരെ പ്രത്യേകം എനിക്കും അറിയാം, ആ വീഡിയോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം. അപ്പൊ അവര് വന്നിട്ട് പറയും നാഗേ ഇതുപോലെ കളിയാക്കാൻ വന്നവരാണ്. അപ്പോഴും ഞാൻ പറയും അതെനിക്കറിയാം കുഞ്ഞെ, എനിക്കറിയാം. ഞാൻ പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ വരുന്നവരെ തല്ലി ഓടിച്ച് കളയാൻ പറ്റുമോ? അപ്പൊ അവരുടെയും എന്റെയും ആ പ്രസന്റ്, അതായത് ആ സംസാര രീതി മറ്റുള്ള ആളുകളെ ക്യാമറയിലൂടെ വെളിയിലേക്ക് പോകുന്നത് എല്ലാവരും കാണട്ടെ, കേക്കട്ടെ എന്ന് അതിബുദ്ധിമതിയായ ഞാൻ ധരിക്കും. പക്ഷെ ഈ വന്നിരിക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോഴും മറ്റുള്ളവർ പറയുന്നത് എന്നെ കളിയാക്കാനാണ്. ശരിക്കും അതല്ല, ഞാൻ മനഃപൂർവ്വം ഇരുന്ന് കൊടുക്കുന്നതല്ലേ. എനിക്കറിയാം ഇത് ക്യാമറയിലൂടെയായി വെളിയിലേക്ക് ചെല്ലുമ്പോഴേ എനിക്കല്ല, അവർക്ക് തന്നെയാണ് അതിന്റെ കുഴപ്പം. കാരണം സമൂഹം എല്ലാം കണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തും, എന്നെയല്ല കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇത്ര കാലമായിട്ട് എനിക്ക് കൂടുതൽ ആളുകൾ ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുന്നത് കൂട്ടുകൂടാനായിട്ട്. അത് എന്റെ മികവാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ വളരെ സുന്ദരമായിട്ട് അവതരണം ചെയ്യും, അവതരിപ്പിക്കും. കഴിവില്ലാത്ത ഒരാൾ മുന്നിൽ വന്ന് നിന്നാലും അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് 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 അവരെ ഈ ലോകത്തിൽ തന്നെ വ്യക്തിയാക്കി ഞാൻ മാറ്റും. അതാണ് എൻ്റെ ക്വാളിറ്റി. പക്ഷെ ഇതുപോലെ നല്ല കഴിവുണ്ടായിട്ട് തന്നെ എന്നെ അങ്ങനെ പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും അറിയില്ല. കേരളത്തിൽ ഒരാളും അങ്ങനെ ജനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഞാൻ എൻ്റെതായിട്ടുള്ള ഇംഗ്ലീഷ് എനിക്കറിയാവുന്ന രീതിയിലല്ല, എൻ്റെ ഇംഗ്ലീഷ് ഞാനിവിടെ ചെയ്യുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. അത് മനസ്സിലാക്കി കഴിവുള്ളവർ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.